ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റിയാനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ബോട്ടിലായിട്ടാണ്. അതായത് ഒരു ബിയർ ബോട്ടിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു അടിപൊളി ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ബിയർ ബോട്ടിലെ ലേബലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ഞാൻ ഇതേപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫസ്റ്റ് കോട്ട് എന്ന രീതിയിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പം ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ലൈൻസൊക്കെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. സ്പോഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതുപോലെ ഇനാമൽ പെയിൻറ്റ് വരെ നിങ്ങൾക്ക് അക്രിലിക് കളറോ ഫാബ്രിക് കളറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇനാമൽ പെയിൻറ്റ് തന്നെയാണ്. കാര്യം നമ്മുടെ ബോട്ടിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ, അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും നമുക്ക് ഇനാമൽ പെയിൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇത് ഉണങ്ങി കിട്ടാൻ കുറേ സമയം എടുക്കുന്നത് മാത്രമേ ഇതിനൊരു പ്രശ്നമായിട്ടുള്ളൂ. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് ഫസ്റ്റ് കോട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കൂടുതൽ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് കൂടി ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ സെക്കൻഡ് കോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് നമ്മുടെ ഡിസൈൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഏകകോശ ജീവിയായ അമീബയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡിസൈനാണ് നമ്മളിന്ന് കുപ്പിയിലേക്ക് വരയ്ക്കാൻ പോകുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ അമീബകൾ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ ഒരല്പം സ്പേസ് ഇട്ട് തന്നെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉരുട്ടിയും നീട്ടിയും ചരിച്ചും വളച്ചും ഒക്കെ പലതരത്തിലുള്ള പല രീതിയിൽ ചെറുതും വലുതുമായി നിരവധി അമീബകളെ കൊണ്ട് നമ്മുടെ കുപ്പി അങ്ങോട്ട് നിറയ്ക്കുക. പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് നമ്മളുടെ ഡിസൈൻ വരയ്ക്കുന്ന കാരണം ഇത് നമ്മുടെ കയ്യിൽ പറ്റുമെന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ഡിസൈൻ വളരെ സ്പീഡിലും വളരെ പെട്ടെന്നും അടിപൊളിയായിട്ട് നമ്മുടെ കുപ്പിയിൽ മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാണാൻ തന്നെ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഡിസൈൻ എല്ലാം നമ്മുടെ ബോട്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്ത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഷൈനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമീബ കുട്ടന്മാർക്ക് നിറം കൊടുക്കലാണ്. അതിനായിട്ട് ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ നിറം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പം കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നേരത്തെ വരച്ചിട്ട് ഔട്ട്ലൈനിന് ഉള്ളിലോ പുറത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളർ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ബ്ലാക്ക് കളറാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കളർ തന്നെ വേണമെന്നില്ല, പലതരത്തിലുള്ള കളറുകളുടെ കോമ്പിനേഷൻ, 1, 2, 3 കളറുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ ഭംഗിയാക്കി എടുക്കുക, അടിപൊളിയാക്കി എടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത നമ്മുടെ ബിയർ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇപ്പോൾ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ്, ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ വ്യത്യസ്തമായ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.